നമസ്കാരം. ഇന്ത്യ തിരയുന്ന ഒരു കുപ്രസിദ്ധ ഭീകരൻ കൂടി പാകിസ്ഥാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കശ്മീരിലെ പുൽവാമ സ്വദേശിയായ ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാനാണ് മരിച്ചിരിക്കുന്നത്. യുണൈറ്റഡ് ജിഹാദ് കൗൺസിലിന്റെ സെക്രട്ടറി ജനറൽ ആണ് ഈ ഷെയ്ഖ് ജമീൽ എന്ന് പറയുന്നത്. 2022 ഒക്ടോബറിലാണ് ഇന്ത്യ ഇയാളെ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നത്. ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിലെ അബോട്ടാബാദിലാണ് ശനിയാഴ്ച ദുരൂഹ സാഹചര്യത്തിൽ ഇയാളെ ഈ ഭീകരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഭീകര സംഘടനയായ ടെഹ്രീക് ഉൽ മുജാഹിദിന്റെ തലവൻ കൂടിയാണ് ഇപ്പോൾ ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാൻ. ഇയാളുടെ മരണകാരണം വ്യക്തമല്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പാക് രഹസ്യാന്വേഷണ സംഘടനയായ ISIയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഇയാൾ ജമ്മു കാശ്മീരിൽ നടന്ന വിവിധ സ്ഫോടനങ്ങളുടെ അണിയറക്കാരൻ കൂടിയായിരുന്നു. എന്തായാലും ഇന്ത്യ തിരയുന്ന 20-ലധികം ഭീകരവാദികളാണ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ വിവിധ രാജ്യങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഇതിലേറിയ പങ്കും പാകിസ്ഥാനിൽ തന്നെയായിരുന്നു. മറ്റുള്ളതൊക്കെ ആവട്ടെ കാനഡയിലും അതുപോലെ തന്നെ UK-യിലും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ പട്ടികയിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് ഈ ഷെയ്ഖ് ജമീൽ ഉർ റഹ്മാൻ എന്ന് പറയുന്നത്. എന്തായാലും പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ നോട്ടം വിട്ടിരുന്ന ഒരു ഭീകരൻ കൂടിയാണ് അയൽപക്കത്ത് അല്ലെങ്കിൽ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നാണ് പാകിസ്ഥാനിൽ പുതിയ പ്രധാനമന്ത്രി പോലും അധികാരത്തിലെത്തുന്നത്. അന്നേ ദിവസം തന്നെ ഇന്ത്യ ലക്ഷ്യം വെച്ചിരുന്ന ഒരു ഭീകരൻ കൂടി ഇല്ലാതായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.